നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മെയ് മാസത്തിലെ അഭിജിത്ത് നക്ഷത്ര സമയം എപ്പോഴാണെന്നും വെള്ളിയാഴ്ചയും അഭിജിത്ത് നക്ഷത്ര സമയവും കൂടിച്ചേർന്ന് വരുന്ന ഈ അത്ഭുത ദിവസം ലക്ഷ്മി ദേവിയുടെ അതിശക്തിയാർന്ന ഒരു സീക്രട്ട് കോഡ് പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ന്യായമായ ആഗ്രഹം എങ്ങനെയാണ് നേടിയെടുക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോഴെല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നാളെ മെയ് മാസം 8-ാം തീയതി വെള്ളിയാഴ്ചയാണ് അഭിജിത്ത് നക്ഷത്ര സമയം വരുന്നത്. ഭാഗ്യവും വിജയവും നൽകുന്ന ഈ നക്ഷത്ര സമയത്ത് നാരായണനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ലക്ഷ്മി ദേവിയുടെ ഈ സീക്രട്ട് കോഡ് പ്രയോജനപ്പെടുത്തിയാൽ ഉറപ്പായും ഫലം ഉണ്ടാകുന്നതാണ്. ഉത്രാടം നക്ഷത്രത്തിനും തിരുവോണം നക്ഷത്രത്തിനും ഇടയിലായി വരുന്ന നക്ഷത്രമാണ് അഭിജിത്ത് നക്ഷത്രം. അഭിജിത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിജയം എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നക്ഷത്ര സമയത്ത് ചെയ്യുന്ന ഏതൊരു കാര്യവും വലിയ വിജയത്തിൽ എത്തിച്ചേരുന്നതാണ്. അഭിജിത്ത് നക്ഷത്രം എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അഭിജിത്ത് നക്ഷത്ര സമയത്ത് ചെയ്യുന്ന ഏതൊരു കാര്യവും അത് നല്ല കാര്യമാണെങ്കിലും മോശം കാര്യമാണെങ്കിൽ പോലും പൂർണ്ണ വിജയത്തിൽ എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഇത് ദുരുപയോഗം ചെയ്യാതിരിക്കുവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ മയിൽപ്പീലിക്കിടയിലാണ് ഈ നക്ഷത്രത്തെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. മാസത്തിൽ 1-2 തവണ മാത്രം വരുന്ന ഈ നക്ഷത്ര സമയം വെറും 24 മിനിറ്റ് മാത്രമാണ് നീണ്ടു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 24 മിനിറ്റുകൾ വളരെ ശക്തിയുള്ളതാണ്. അഭിജിത്ത് നക്ഷത്ര സമയത്ത് ആരംഭിക്കുന്ന ഏതൊരു ശുഭകാര്യവും തടസ്സങ്ങളില്ലാതെ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല പുതിയ ബിസിനസ്സുകളോ കടകളോ ആരംഭിക്കുന്നതിന് ഈ സമയം ഏറ്റവും അനുയോജ്യവുമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ആദ്യ ചുവടുവയ്പ് നടത്തിയാൽ അത് വിജയകരമായി തീരുന്നതാണ്. മാത്രമല്ല നടക്കില്ല എന്ന് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ പോലും ഈ പ്രത്യേക സമയത്ത് പ്രാർത്ഥിച്ചാൽ 100% അത് നടന്നു കിട്ടുന്നതാണ്. നാളെ മെയ് 8-ാം തീയതി രാത്രി 9:08 മുതൽ 9:32 വരെയാണ് അഭിജിത്ത് നക്ഷത്ര സമയം വരുന്നത്. ഈ വർഷത്തിലെ ഏറ്റവും ശക്തിയേറിയ അഭിജിത്ത് നക്ഷത്ര സമയമാണിത്. അതുകൊണ്ട് തന്നെ ഈ സമയം പ്രയോജനപ്പെടുത്തുന്നത് ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്കും വിജയത്തിനും കാരണമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അഭിജിത്ത് നക്ഷത്ര സ്തുതി ചൊല്ലാവുന്നതാണ്. അഭിജിത ആഗമാന്തുതിര അഭിജിതാംബര നക്ഷത്രാനാം നാദതീയ ജ്യോതീനാം നളഗംഗാധര പവധാരണ ശിവസ്യ വിഷ്ണു മേദിനാം ഭവതവലാംശുത പരിപാലയ ശരണാഗത പാഹിമാം. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഗ്രഹം മനസ്സിൽ സങ്കല്പിച്ച് 21 തവണ ഈ അഭിജിത്ത് നക്ഷത്ര സ്തുതി ചൊല്ലി ഭഗവാനോട് പ്രാർത്ഥിച്ചു നോക്കൂ. എത്ര പ്രാർത്ഥിച്ചിട്ടും ഇതുവരെയും നടക്കാത്ത ആഗ്രഹങ്ങൾ പോലും വളരെ വേഗത്തിൽ നടന്നു കിട്ടുന്നതാണ്. അതിനാൽ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാനും സാമ്പത്തിക അഭിവൃദ്ധി നേടാനും ഈ അപൂർവമായി ലഭിക്കുന്ന അവസരം ഒട്ടും തന്നെ പാഴാക്കരുത്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന 12 മിനിറ്റും തിരുവോണം നക്ഷത്രത്തിൻ്റെ ആദ്യ 12 മിനിറ്റും ചേരുന്ന 24 മിനിറ്റാണ് അഭിജിത്ത് നക്ഷത്ര സമയം വരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ ഉള്ളവർ ഈ 24 മിനിറ്റ് പ്രയോജനപ്പെടുത്തുക. തീർച്ചയായും തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതാണ്. ഇനി നാളെ അഭിജിത്ത് നക്ഷത്ര സമയത്ത് വീടിൻ്റെ പിൻവാതിൽ അടച്ച് മുൻവാതിൽ തുറന്നിടുക. മുൻവാതിൽ തുറന്നിട്ട് ദീപം തെളിയിക്കുന്നത് വഴി ഐശ്വര്യം, ലക്ഷ്മി കടാക്ഷം, നവനിധികൾ എന്നിവ വീട്ടിലേക്ക് വന്നു ചേരുന്നതാണ്. നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ലക്ഷ്മി ദേവിക്ക് നല്ല സുഗന്ധമുള്ള മുല്ലപ്പൂക്കൾ ചാർത്തുവാൻ സാധിക്കുന്നവർ മുല്ലപ്പൂ മാല ചാർത്തുക. അതുപോലെ തന്നെ നിവേദ്യമായി 2 കൽക്കണ്ടമെങ്കിലും സമർപ്പിക്കുക. പിന്നീട് നല്ല സുഗന്ധമുള്ള അഗർബത്തികൾ കത്തിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്നിടത്ത് ശാന്തമായ ഒരു അന്തരീക്ഷം ഒരുക്കുക. പിന്നീട് ഇനി പറയുന്ന കാര്യം ചെയ്യുക. അതിനായി 40 പേജുള്ള ഒരു പുതിയ നോട്ട്ബുക്ക് വാങ്ങുക. എഴുതാത്ത നോട്ട്ബുക്ക് ഉള്ളവർക്ക് അതെടുക്കാവുന്നതാണ്. അല്ലാത്തവർ നാളെ സന്ധ്യയ്ക്ക് മുൻപ് തന്നെ ഒരു ബുക്ക് വാങ്ങി വെക്കുക. നോട്ട്ബുക്കിൽ ഫസ്റ്റ് പേജിൽ ഏറ്റവും മുകളിലായി ആദ്യം ഓം എന്നെഴുതുക. പിന്നീട് നിങ്ങളുടെ കുലദൈവത്തെ അതായത് കുടുംബദേവതയെ നല്ലതുപോലെ മനസ്സിൽ പ്രാർത്ഥിച്ച് പിന്നീട് ശ്രീകൃഷ്ണ ഭഗവാനെയും
അതല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തെയോ പ്രാർത്ഥിക്കുക. അതിനുശേഷം ഇനി പറയുന്ന ലക്ഷ്മി ദേവിയുടെ സീക്രട്ട് കോഡ് 24 തവണ എഴുതുക. സീക്രട്ട് കോഡ് എഴുതുന്നതിന് മുൻപ് തന്നെ നോട്ട്ബുക്കിൽ ആദ്യം 1 മുതൽ 24 വരെ നമ്പർ ഇട്ട് വെക്കുക. അതിനുശേഷം ശ്രീം 2918 എന്ന ലക്ഷ്മി ദേവിയുടെ സീക്രട്ട് കോഡ് 24 തവണ എഴുതുക. ഇനി എഴുതുവാൻ പച്ച, ചുവപ്പ് അല്ലെങ്കിൽ നീല നിറത്തിലുള്ള പേന ഉപയോഗിക്കാവുന്നതാണ്. കറുപ്പ് പേന ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി എഴുതുവാൻ സാധിക്കാത്തവർക്ക് ഈ മന്ത്രം 24 തവണ ഭക്തിയോടെ ഉച്ചരിക്കാവുന്നതുമാണ്. നാളെ അഭിജിത്ത് നക്ഷത്ര സമയത്ത് മഹാലക്ഷ്മിയുടെ ഈ രഹസ്യ നമ്പർ, അതായത് സീക്രട്ട് കോഡ് പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിൽ നിരന്തരമായി വസിക്കുന്നതാണ്. മാത്രമല്ല അളവറ്റ ഭാഗ്യവും ഐശ്വര്യവും നൽകുന്ന ഒന്നാണിത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരും ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ഈ പറഞ്ഞ രീതിയിൽ തന്നെ നാളെ ഈ മാനിഫെസ്റ്റേഷൻ രീതി പ്രയോജനപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഉള്ളതിനേക്കാളും 100 മടങ്ങ് ഉയർച്ചയിലേക്ക് എത്തിച്ചേരുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു താക്കോലായി ഈ നോട്ട്ബുക്ക് പ്രവർത്തിക്കുന്നതുമാണ്. ചുരുക്കത്തിൽ ഈ സവിശേഷ സമയത്തെ പ്രാർത്ഥനയിലൂടെയും ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രത്തോടൊപ്പം ചേർന്ന് വരുന്ന ഈ രഹസ്യ നമ്പർ, അതായത് സീക്രട്ട് കോഡ് എഴുതുന്നതിലൂടെയും തടസ്സങ്ങൾ മാറി ജീവിതം ശരിയായ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതുകൊണ്ട് നാളെ അതിശക്തിയാർന്ന അഭിജിത്ത് നക്ഷത്ര സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ച് 2 നെയ്ദീപം കൊളുത്തി പൂർണ്ണ വിശ്വാസത്തോടു കൂടി വേണം നോട്ട്ബുക്കിൽ ഇതെഴുതുവാൻ. ഓരോ തവണ എഴുതുമ്പോഴും ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് അതെത്രയും പെട്ടെന്ന് തന്നെ ഭഗവാൻ എനിക്ക് സാധിച്ചു നൽകും, ആ ഒരു വിശ്വാസത്തോടു കൂടി വേണം 24 തവണയും ഈ രഹസ്യ നമ്പർ എഴുതുവാൻ. നാളെ വെള്ളിയാഴ്ചയും അഭിജിത്ത് നക്ഷത്ര സമയവും കൂടി ചേർന്ന് വരുന്ന ഈ 24 മിനിറ്റിൽ പ്രാർത്ഥനയോടുകൂടി തന്നെ ഇത് ചെയ്തു നോക്കൂ. എത്ര ശ്രമിച്ചിട്ടും ഇതുവരെയും നടക്കാത്ത ആഗ്രഹങ്ങൾ പോലും നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിഷ്പ്രയാസം നടന്നു കിട്ടുന്നതാണ്. ഇനി ഈ സീക്രട്ട് കോഡ് എഴുതുന്നതിന് മുൻപ് അഭിജിത്ത് നക്ഷത്ര സ്തുതി 21 തവണ ചൊല്ലിയതിന് ശേഷം ഇതെഴുതിയാൽ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതാണ്. എഴുതിയതിന് ശേഷം ഈ നോട്ട്ബുക്ക് നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ അലമാരയിലോ മേശയിലോ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ തന്നെ ഭഗവാൻ സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.